സുജു, ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 40% പോളിംഗ് വിവിധ ജില്ലകളിൽ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്, നിലവിൽ എത്ര പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നു? എന്താണ് വിവരങ്ങൾ? സിജു സുഗതൻ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ 55% പോളിംഗ് ആണ്. 55.54%. നഗരസഭകളിലേക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം അടൂർ നഗരസഭയിൽ 53%, പത്തനംതിട്ട പോളിംഗ് 54%, തിരുവല്ല നഗരസഭയിൽ 49%, പന്തളത്ത് 60% എന്നാണ്. ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ തിരുവല്ല നഗരസഭ 3-ാം വാർഡിൽ ചുമത്രയാണ് ഉള്ളത്. സമീപത്തൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബൂത്ത് കെട്ടി അവർ പോളിംഗ് ബൂത്തിൽ നിന്ന് 100 മീറ്റർ 250 മീറ്റർ അകലെ ഓരോ വോട്ടും ഉറപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല നഗരസഭയിലെ 3-ാം വാർഡിലെ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ബൂത്തിനടുത്തുള്ള LDFിൻ്റെ ബൂത്ത് കമ്മിറ്റി കെട്ടിയിരിക്കുന്ന ഒരു ബൂത്തിലാണ്. ചെറിയ ബൂത്താണ്. നിങ്ങൾ ഓരോ വോട്ടുകളും പരിശോധിക്കുമായിരിക്കും. ആളുകളൊക്കെ വന്നോ എന്ന് പരിശോധിക്കുകയാണോ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ശ്രമത്തിലാണെന്ന് തോന്നുന്നില്ലേ? ഓരോ വോട്ടുകളും ഉറപ്പിക്കുന്നൊരു ഘട്ടം അല്ലേ? എല്ലാ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുകയാണല്ലേ? അതെ അതെ, ഞങ്ങൾ ഇവിടെ വരാനുള്ള ആളുകളെ നോക്കി ഇനി ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ കൂടെ കൊണ്ട് വോട്ട് ചെയ്യിക്കും. തീർച്ചയായിട്ടും എല്ലാ വോട്ടുകളും ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ വോട്ട്? എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വോട്ട് ഇതിൽ ലിസ്റ്റിൽ മാർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നടക്കുന്ന വോട്ടുകളെല്ലാം ഞങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വരാനുള്ളവരെ ഞങ്ങൾ തിരക്കി പിടിച്ച് കൊണ്ടിരുന്നുണ്ട്. ആൾക്കാരെ അറിയിക്കുന്നുണ്ട്, വോട്ടർമാരെ ഇവിടുന്ന് സ്ലിപ്പ് വിട്ടുപോയവർക്ക് സ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ചെന്നാലും ഇത്തരം കാണാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്താറുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടത് LDFിൻ്റെ ഒരു ബൂത്താണ്. ഇന്ന് ജില്ലയിൽ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു പോളിംഗ് സാമഗ്രികൾ കേടായത്. പിന്നീട് അതെല്ലാം തകരാർ പരിഹരിച്ച് മുന്നോട്ട് പോകണം. പത്തനംതിട്ടയെ സംബന്ധിച്ചോളം LDFിന് വലിയ ആത്മവിശ്വാസം പകരുന്നൊരു ജില്ല കൂടിയാണ്. കാരണം ആകെയുള്ള 53 ഗ്രാമപഞ്ചായത്തിൽ 33 LDF ആണ്. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 7 LDF ഭരിക്കുന്നു. ജില്ലാ പഞ്ചായത്തും LDF ആയിരുന്നു. 5 നിയമസഭകളിലും LDFിൻ്റെ MLAമാരാണ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ LDFിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. ജില്ലയിൽ പ്രധാനമായി വികസനം തന്നെയാണ് LDF മുന്നോട്ട് വെച്ചത്. വിവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു UDFിൻ്റെ ശ്രമം. എന്നാൽ UDFിന് കനത്ത തിരിച്ചടിയാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത്. MLAയുടെ ഒളിവ് ജീവിതം തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടി UDFിന് സമ്മാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് വാരിക്കോരി കൊടുക്കുകയെന്നൊരു സമീപനമുണ്ടായിരുന്നു. അതിൽ ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി പ്രതിപട്ടികയിൽ പോലും പീഡനക്കേസ് ഉൾപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഫെനി നൈനാൻ. എന്നാൽ ഇപ്പോൾ അത് തന്നെയാണ് UDFിന് തലവേദനയായിരിക്കുന്നത്. LDFിന് എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടക്കാർക്ക് കൂടി അപമാനമായി മാറിയ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് അവിടെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാട് കൂടി ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അടൂർ പ്രകാശ് എന്ന UDF കൺവീനറെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് അതിജീവിതയ്ക്കെതിരെ രൂക്ഷ ഭാഷയിൽ മോശപ്പെട്ട ഭാഷയിൽ സംസാരിച്ചു. LDF അല്ലെങ്കിൽ CPMൻ്റെ ഇരയാണ്. CPMന് എക്കാലവും ഇരകളെ കിട്ടാറുണ്ടെന്ന് അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിജീവിതയെ അധിക്ഷേപിക്കുന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്ന ദിവസം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ദിവസം ഇരയെ അതിജീവിക്കുന്നതിനോടൊപ്പം തന്നെ CPMൻ്റെ ചില വനിതാ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് അശ്ലീല തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുണ്ടായ പരാമർശം തീർത്തും അപലപനീയമാണ്. സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യുന്ന അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റായ സമീപനം. ഇന്ന് രാവിലെ അടൂരിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് UDF കൺവീനറും MP കൂടിയായിരിക്കുന്ന അടൂർ പ്രകാശ് അത്തരമൊരു പരാമർശത്തിലേക്ക് കടന്ന് പ്രധാനമായി അടൂർ പ്രകാശിന് ദിലീപിനെ അനുകൂലിക്കാനും ഒപ്പം നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയെ അത്തരത്തിലായതുകൊണ്ട് സ്വാതന്ത്ര്യം. പക്ഷേ അടൂർ പ്രകാശ് ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് അതുപോലെ സർക്കാരിന് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം പ്രോസിക്യൂഷനാണ് അപ്പീൽ പോകേണ്ടത്. പ്രോസിക്യൂഷൻ ഉത്തരവാദിത്തമാണ്. കാരണം കീഴ്ക്കോടതിയിൽ മാത്രമാണ്, ജില്ലാ കോടതിയിൽ മാത്രമാണ് ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ പ്രോസിക്യൂഷൻ്റെയും അതിജീവിതയുടെയും അവകാശം കൂടിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് പ്രോസിക്യൂഷനെ. അതിനെ അടൂർ പ്രകാശ് പറഞ്ഞത് സർക്കാരിന് വേറെ പണിയില്ല എന്നാണ് ചോദിച്ചത്. അതായത് അതിജീവിതയും ഈ കേസുമായി മുമ്പോട്ട് പോയ ആളുകളെ അപഹസിക്കുകയും പരിഹസിക്കുകയും തരത്തിലുള്ള പ്രതികരണമാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുണ്ടായത്.
അതായത് അടൂർ പ്രകാശ് തുടർച്ചയായി ഒരാഴ്ചക്കിടെ തന്നെ പത്തനംതിട്ടയിലെത്തി 3-ലധികം തവണയാണ് അതിജീവിതയും ഇത്തരം ഇരയാക്കപ്പെടുന്നവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് അടൂർ പ്രകാശ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. തുടർന്ന് വീണ ജോർജും പത്തനംതിട്ട വോട്ട് രേഖപ്പെടുത്തി ചുട്ട മറുപടിയാണ് അടൂർ പ്രകാശ് കൊടുത്തിരിക്കുന്നത്. അടൂർ പ്രകാശും സുജു, ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കൊക്കെ തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. നിലവിൽ അടൂർ പ്രകാശ് നടത്തിയ ആ പരാമർശം, അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളമൊട്ടാകെ ഉയരുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് പത്തനംതിട്ടയിലെ പോളിംഗ് സംബന്ധിച്ച വിവരങ്ങൾ കൂടിയാണ് സുജു ടി ബാബു പങ്കുവച്ചത്.